പ്രതികൂലവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് 24 വർഷത്തിന് മുമ്പ് എൻ്റെ ജീവിത പങ്കാളി എന്നിൽ നിന്ന് വേർപെട്ട ആക്സിഡൻറ്റിൽ മരിക്കുവാനിടയായി. 12 വയസ്സായ ഒരു മോൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടിൽ വളരെ ദുഃഖിച്ച് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഭവനമില്ല, വസ്തുവുണ്ട്, ഞങ്ങൾക്ക് കുറേ കടഭാരമുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ വളരെ വേദനിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. ദൈവത്തെ അറിയാൻ തുടങ്ങിയത് മുതൽ ഈ പുസ്തകം എന്ന് ഞാൻ എടുത്തിട്ടുണ്ടോ അന്ന് വലിയ വിശ്വസ്തയോടുകൂടി കർത്താവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും ഈ പുസ്തകം ഞാൻ താഴെ വച്ചിട്ടില്ല. ഞാൻ രാത്രിയാമത്തിൽ ഞാനെന്നും മുട്ടിന്മേൽ നിന്ന് കരയും. എൻ്റെ ഈ കരച്ചിൽ കാണുവാൻ ഒരു ദൈവദാസൻ കടന്നു വരും. സ്വപ്നത്തിൽ കടന്നു വന്ന് പറയും, നിനക്ക് മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ നീരുറോ തുറക്കാൻ പോവുകയാണ്, അതിൽ കൂടി നിനക്ക് ഭവനം പണിയാനുള്ള വഴി കിട്ടും, കടഭാരം എല്ലാം തീരുമെന്ന് കേൾക്കുവാനിടയായി. ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ടതൊക്കെ ചിലത് നിനക്ക് നഷ്ടപ്പെടും, എന്നാൽ നീ പുസ്തകം താഴെ വെക്കരുത്, നിന്നിൽ കൂടി അനേകമായിരങ്ങൾ ഈ വലിയ രക്ഷ കരസ്ഥമാക്കണം എന്ന് പറയുവാനിടയായി. ദൈവമക്കളെ, അങ്ങനെ എനിക്ക് വിദേശത്ത് കടന്നു പോകാൻ സാധിച്ചു. ഞാൻ കുവൈറ്റിൽ കടന്നുപോയി 17 വർഷം ഞാനവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എനിക്ക് കാശെല്ലാം കിട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഭവനവും പണിത് ഞാൻ കടഭാരം എല്ലാം തീർന്നു. ജീവിതത്തിൽ ഞാൻ സന്തോഷമായി. എൻ്റെ മകനും വളർന്നു. അവന് ഞാനൊരു കല്യാണം കഴിപ്പിച്ചു. 1.5 വർഷമായി എൻ്റെ മകനും ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു. അവൻ്റെ 2 പിള്ളേരും അവളും ഞാനുമാണ് നിൻ്റെ വീട്ടിലെ. ദൈവമക്കളെ, ദൈവം ഞങ്ങളെ ഭംഗിയായി ശാന്തമായി ഉചിതമായി വഴി നടത്തുന്നുണ്ട്. ഈ പുസ്തകമൊന്നും ഞാൻ ഇന്നും താഴെ വെച്ചിട്ടില്ല. നിന്നെയും പണിയും ദുഷിയും പരിഹാസവും കടന്നു വന്ന് എൻ്റെ മകൻ മരിച്ചപ്പോൾ ഇനിയെങ്കിലും നിനക്ക് ബൈബിൾ താഴെ വെച്ചുകൂടെ എന്ന് ചോദിച്ച വ്യക്തി ജീവിതങ്ങൾ. ദൈവമക്കളെ, ഇന്ന് വരെ ഈ പുസ്തകം ഞാൻ താഴെ വെച്ചിട്ടില്ല. ഇതിൽ കൂടിയാണ് ദൈവം എനിക്ക് കയറിക്കിടക്കുവാൻ ഭവനവും എനിക്ക് കടഭാരം തീർക്കുവാനുള്ള വഴി. ഈ പുസ്തകം കൂടിയാണ് ദൈവം എന്നെ നടത്തിയത്. അതുകൊണ്ട് ഞാനെന്നും സന്തോഷവതിയാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾ നൂലാമാല പോലെ കടന്നു വന്നിട്ടും ദൈവം എന്നെ കൈതാങ്ങി. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ആ ദൈവസന്നിധിയിൽ നിനക്ക് കരയുവാൻ കഴിയുമോ? പ്രിയ ദൈവവേദനേ, നീ കരയുന്നുണ്ട്. അതെ, എൻ്റെ മക്കൾ വിവാഹപ്രായമെത്തിയിരിക്കുകയാണ്. കല്യാണം കഴിച്ചു കൊടുക്കുവാൻ നിവർത്തിയില്ല. അവർക്ക് യോജിച്ചൊരു ജീവിത പങ്കാളി വരുന്നില്ല എന്ന് നീ കരയുന്നില്ലേ? നീ കരയണ്ട. നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നിന്റെ കുട്ടിക്ക് ജീവിത പങ്കാളിയെ ഒരുക്കിത്തരും. യോജിച്ചൊരു ജീവിത പങ്കാളിയെ ഒരുക്കിത്തരും. നീ ഭവനമില്ലെന്ന് കരയണ്ട. അതേ, നിനക്ക് കടഭാരമില്ലെന്ന് നീ കരയണ്ട. അതേ, ദൈവം തമ്പുരാൻ നിനക്ക് കടഭാരം തീർക്കാനുള്ള വഴി ഒരുക്കിത്തരും. നിനക്ക് വഴി കാണിച്ചു തരും. മരുഭൂമിയിൽ നീരോ തുറന്നു വന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. ആ കാര്യം ദൈവത്തിലെ നീ മറക്കരുത്. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? നാം പുസ്തകം തുറന്നു നോക്കുകയാണെങ്കിൽ ആരെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം ദൈവം വിടുതലയച്ചു. കന്ന വളരെയധികം വേദനയോടെ വിങ്ങി കരഞ്ഞു. ദൈവം അവൾക്ക് വിടുതലയച്ചു. അതുപോലെ ആരെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ? ഹാഗർ കരഞ്ഞു. ആ കൊച്ചിന് ദാഹജലത്തിന് വേണ്ടി. അതേ, ആ കൊച്ചിനെ കളയുവാൻ അവൾ ആ മരുഭൂമിയിൽ കൂടി നെട്ടോട്ടം ഓടുന്നൊരവസ്ഥ കാണുവാനിടയായി. അതേ ദൈവവേദനേ, ഈ മരുഭൂമി എവിടെയെന്ന് ഞാൻ ചെന്ന് കണ്ട സ്ഥലമാണ് സൗദി അറേബ്യയിൽ. ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു വീടോ അതുപോലെ ഒന്നും ആ സ്ഥലത്തില്ല. ഒന്നുമില്ലാത്ത സ്ഥലത്തു കൂടിയാണ് ബൈബിൾ പറയുന്നു ഹാഗർ ആ സ്ഥലത്തു കൂടി ഓടുവാനിടയായി. ദൈവം തമ്പുരാൻ അവളുടെ കണ്ണുനീരിനെ മാനിച്ചിട്ട് അവിടെ ഒരു നീറുറവ അവിടെ തുറന്നു കൊടുത്തു. പിന്നെ എന്തുകൊണ്ട് നീ ഭയക്കണം? അതേ, ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ആ ദൈവസന്നിധിയിൽ നിനക്ക് കടന്നു പോകാൻ കഴിയുമോ? ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമോ? നിശ്ചയമായിട്ടും ദൈവം നിനക്ക് പുതിയ വഴിയും വാതിലും തുറന്നു തരിക തന്നെ ചെയ്യും. ദൈവവേദനേ, ദൈവം നിന്നെ കൈവിടുകയില്ല. അതേ, നീ ഇന്ന് ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ നീ ഒരു വഴി പ്രാർത്ഥിക്കാറുണ്ടോ? നീ വാഹനത്തിൽ പോകുന്ന ദൈവവേദനേ, എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. അതേ ദൈവമേ, ഈ വാഹനത്തെ നീ നിയന്ത്രിക്കണമേ എന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ?
നിശ്ചയമായിട്ടും നിൻ്റെ ജീവിതത്തിൽ ആപത്ത് കടന്നു വരൂല. ദൈവം നിനക്ക് അതിന് ഒരു പോംവഴി കാണിച്ചു തന്നെ തരും. മക്കളെ കൊണ്ട് കരയുന്ന ദൈവവേദലേ, നീ മക്കളെ കൊണ്ട് കരയണ്ട, നീ ദൈവത്തോട് കര. മനുഷ്യനോട് കരഞ്ഞാൽ നിനക്കൊരു നേരം ഭക്ഷണം തരും, അല്ലെങ്കിൽ നിനക്കൊരു സാന്ത്വനം നിന്നോട് പറയും. നീ കരയണ്ട, ദൈവം എല്ലാം നടത്തുമെന്ന്. നീ കരയേണ്ടവൻ്റോടി കരയേണ്ട രീതിക്ക് നീ കരഞ്ഞാൽ നിശ്ചയമായിട്ടും നിനക്ക് വിടുതൽ തന്നെ അയക്കും. അതേ, നാം ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ബെർത്തിമ എന്ന ഒരു കുരുടൻ. അവൻ ആ യേശു കടന്നു പോകുന്നു എന്ന് ആ ജനമെല്ലാം പറഞ്ഞു. അവന് കാണുവാൻ നിവർത്തിയില്ല. യേശു ആരാണെന്ന് കാണുവാനോ അറിവാനോ നിവർത്തിയില്ല. എല്ലാവരും അവനോട് വിലക്കി, നീ മിണ്ടാതിരി, നീ മിണ്ടാതിരി, നീ ഒന്നും പറയണ്ട, നീ മിണ്ടാതിരി. യേശു ജനക്കൂട്ടത്തിനിടയിലാണ്. യാതി ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായാലും എൻ്റെ തമ്പുരാൻ എവിടെ ഇരുന്നാലും നീ കരഞ്ഞാൽ, അഴല് കണ്ടാൽ അവിടെ ഓടിയെത്തി ആശ്വാസം തരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ വ്യക്തി, ഈ കുരുടനെ കർത്താവ് കടന്നുപോയപ്പോൾ, ഈ കുരുടൻ കരഞ്ഞപ്പോൾ, ആ യേശു ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ എൻ്റെ കർത്താവ് അവിടെ തിരിഞ്ഞു നിന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. ദൈവവേദലേ, കർത്താവ് നീ കരയുമ്പോൾ നിൻ്റെ അടുത്ത് വരും, നിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മകനെ മകളെ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം. അന്ന് നിനക്ക് പറയാം, കർത്താവേ എനിക്ക് ഭവനമില്ല, ദൈവമേ എനിക്ക് കടഭാരമുണ്ട്, എനിക്ക് വിവാഹപ്രായമെത്തിയ മക്കളിരിപ്പുണ്ട്, അതേ എനിക്ക് ജോലി, എൻ്റെ കുട്ടികൾക്ക് ജോലിയില്ല, എന്തെങ്കിലും നീ ഒരുക്കി തരണമേ, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ കരയുന്നവരോട് കരയുന്നവനായ കർത്താവ് നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ അയക്കുക തന്നെ ചെയ്യും. അത് പറയുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നത്. ദൈവവേദലേ, നിയമപുസ്തകം എടുത്ത് ഈ നിയമപുസ്തകം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിധവയാണ്, അനാഥയാണെങ്കിലും ഇന്നുവരെയും ഞാൻ ബൈബിൾ താഴെ വെച്ചിട്ടില്ല. ഈ നിയമപുസ്തകവുമായി ഞാൻ പോകുന്നത്. വാട്സപ്പിൽ കൂടി ഒരു പ്രേയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, ഓൺലൈനിൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ദൈവം തന്ന താലന്താണ്. ആ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ പൂർണ്ണമായിട്ട് വഴി നടത്തുക തന്നെ ചെയ്യും. ഞാൻ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒറ്റയ്ക്ക് പോവും, ഒറ്റയ്ക്ക് വരും. അതേ, ദൈവം തന്നതാണെന്ന് ഞാൻ കുഴിച്ചിട്ടിട്ടില്ല. എൻ്റെ മകൻ മരിച്ചിട്ടോ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടോ ഇന്നുവരെ ഈ പുസ്തകം ഞാൻ താഴെ വെച്ചിട്ടില്ല. ആ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ദൈവമക്കളെ, ഞങ്ങൾ ഈ സാക്ഷീകരിക്കുന്നത് അന്ത്യനാളിൽ ഇവിടെ നിൽക്കുന്ന ഈ പാറക്കഷണങ്ങളും ഈ സ്ഥലങ്ങളും ഈ മതിലും കർത്താവിന് സന്നിധിയിൽ സാക്ഷി പറയും. ഇവരെൻ്റെ പ്രിയമക്കൾ വന്ന് കഷ്ടപ്പെട്ട് സുവിശേഷം പറഞ്ഞ മക്കളാണെന്ന് അതേ ഇവർ സാക്ഷി പറയും. ഈ കല്ലും ഈ കട്ടവും എല്ലാം സാക്ഷി പറയും. ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.